Hi friends, welcome back. The King, രാജാവ് അല്ലേ, ആൻഡ്രോയിഡ് ഫോണുകളുടെ രാജാവ് എന്ന് പറയാം. അതാണ് ഗാലക്സി S22 Ultra എന്ന ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ള ഏറ്റവും ഷോർട്ടായ ഒരു വേർഡ് S22 Ultra. ഇതിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നേരെ വീഡിയോ. ഹായ്, S22 Ultra നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കയ്യിലെടുത്തിട്ടാവാം ബാക്കി എല്ലാ കാര്യങ്ങളും. സോ ഇതാണ് ഗാലക്സി S22 Ultra എന്ന ഫോണിൻ്റെ ബോക്സ്. സ്ലിമ്മായ ചെറിയ ബോക്സ് തന്നെ, കാര്യം നിങ്ങൾക്ക് ഊഹിക്കാം. സോ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ ഫോൺ കാണാം, S22 Ultra. നമ്മളിത് കയ്യിലോട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം S22 Ultra. റിയർ സൈഡൊക്കെ നിങ്ങൾക്ക് കാണാം. ബർഗണ്ടി എന്ന കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കളറും ഇത് തന്നെയാണ്, അല്ലെങ്കിലും ഇത് തന്നെയാണ് ആ എക്സ്ക്ലൂസീവ് കളർ എന്ന് പറയുന്നത്. ബർഗണ്ടി കൊള്ളാം അല്ലേ, നല്ല ലുക്കായിട്ടില്ലേ, കാണാൻ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറേ നാളായിട്ട് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സീരീസാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെയുള്ള ഈ സംഗതി തന്നെ, എസ് പെൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആഹാ, എനിക്ക് വയ്യ. കുറേ കാലമായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നൊരു സംഗതിയാണ് എസ് പെൻ. എന്തായാലും ഇപ്പോൾ അത് തിരിച്ച് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ S21-ലും എസ് പെൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോഴാണ് എസ് പെൻ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്. കൊള്ളാം അല്ലേ, അടിപൊളി. എസ് പെൻ എടുക്കുമ്പോൾ തന്നെ ഒരു നോട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. നമുക്കതിൽ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കാര്യങ്ങൾ എഴുതാനും കാര്യങ്ങളും ഒക്കെ നമുക്ക് സാധിക്കും. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മുമ്പത്തെ ജനറേഷനിൽ ഇത് 9 millisecond ആയിരുന്നു ഇതിൻ്റെ ഒരു ലേറ്റൻസി എന്ന് പറയുന്നത്. അത് ലേശം കുറവായിരുന്നു. ബട്ട് ഇത്തവണ ഇതിലേക്ക് വരുമ്പോൾ 2.8 ms ആയിട്ട് കാര്യങ്ങൾ കുറച്ചിട്ടുണ്ട്. സോ ഒരു തരത്തിലുള്ള ലാഗ് നമുക്കിതിനകത്ത് ഫീൽ ചെയ്യില്ല. കൃത്യമായിട്ട് നമ്മൾ ഒരു നോട്ട്ബുക്കിൽ പേന കൊണ്ട് എഴുതുമ്പോൾ എങ്ങനെ കിട്ടുമോ അതുപോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം കേട്ടോ, ഒരു ലേറ്റൻസിയും ഇല്ലാത്ത ഈ 2.8 എന്ന് പറയുന്നത് കണ്ണോടെ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയേ അല്ല. സോ അതുകൊണ്ട് തന്നെ ഒരു ലേറ്റൻസി ഇല്ലാത്ത നല്ലൊരു പെന്നാണ്, എസ് പെന്നാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. പറയാം, ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് വിശദമായിട്ട് പറയാം. ബോക്സിനകത്ത് ഇനി ഇതാ ബാക്കിയായിട്ടൊരു ചെറിയ ബോക്സേ ഉള്ളൂ. ഇതിനകത്ത് കുറച്ച് ഡോക്യുമെൻറ്റേഷനും ഒരു ചാർജിങ് കേബിളും, ടൈപ്പ് C to C കേബിളാണ്. സോ ഇത്രയേ ഉള്ളൂ ബോക്സിനകത്ത്. നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. S22 Ultra ഡിസൈനിലൊക്കെ കംപ്ലീറ്റ് ചേഞ്ച് ആണല്ലേ. S21 Ultrയിൽ നിന്നും കംപ്ലീറ്റ് ചേഞ്ച് ആണ്. ഇതൊരു ഷാർപ്പായ കോർണേഴ്സൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഒരു ഡിഫറൻറ്റ് ഡിസൈൻ തന്നെയാണ്. ക്യാമറ മൊഡ്യൂളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. S21 ഓൾറെഡി നല്ല ഡിസൈൻ തന്നെയായിരുന്നു, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ആയിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു നോട്ട് ലുക്കിലേക്ക്, ഗാലക്സി നോട്ട് സീരീസിൻ്റെ ആ ഒരു നോട്ട് ലുക്കിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടൊരു നോട്ട് തന്നെ അല്ലേ. റിയർ സൈഡ് മാറ്റ് ഫിനിഷാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. സോ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ആർമർ ഗ്രേഡ് അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. IP68 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങൾ വരുന്നുണ്ട്. അത് എസ് പെന്നിനും വരുന്നുണ്ട് കേട്ടോ. അതായത് ഫോണിനും എസ് പെന്നിനും രണ്ടിനും ഉണ്ട് ഈ IP68 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങൾ. ഇതിൻ്റെ താഴത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എസ് പെന്നിൻ്റെ സംവിധാനം കാണാം. ആദ്യം തന്നെ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് C പോർട്ട്, സിം ട്രേ, ഡുവൽ നാനോ സിമ്മാണ്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, അതേപോലെ വോളിയം റോക്കേഴ്സ്. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ക്ലീൻ ആണ്. ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. റിയർ സൈഡിൽ ക്യാമറ സെറ്റപ്പ്, ക്വാഡ് ക്യാമറയാണ്. 2 ടെലിഫോട്ടോ ലെൻസ് 10 മെഗാപിക്സലിൻ്റെയും 108 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 12 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും. അങ്ങനെയാണ് ഇതിൻ്റെ റിയർ സൈഡിലെ ക്യാമറ മോഡ്യൂൾ വരുന്നത്. ഫ്രണ്ട് സൈഡിൽ 14 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 6.8 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിൽ വരുന്നത്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂവും ഡിസൈനും ഒക്കെ. നല്ല സ്ട്രോങ് ആയ, സ്റ്റൈലിഷ് ആയ, കംപ്ലീറ്റ് ഒരു കിടിലൻ പ്രീമിയം സംഗതി, അതിലൊരു ഡൗട്ടും ഇല്ല. ഇനി ഡിസ്പ്ലേ ക്വാളിറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ഇൻ ദ മാർക്കറ്റ്. ഫോണുകളുടെ കാര്യം നോക്കിയാൽ ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ആണ്. 1750 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ്. S21 Ultrയിൽ 1500 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആയിരുന്നു. ഇതിലേക്ക് വന്നപ്പോൾ 1750 നിറ്റ്സ് ബ്രൈറ്റ്നസിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. സോ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓരോ ജനറേഷനിലും സാംസങ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. 6.8 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. 6.8 ഇഞ്ച് ക്വാഡ് HD ഡൈനാമിക് ആമോലെഡ് 2x ഡിസ്പ്ലേ ആണ്. കർവ്ഡ് LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPO 2.0 ആണ്. അതായത് മുമ്പത്തെ വെർഷനിൽ S21-ൽ LTPO ഡിസ്പ്ലേ ആയിരുന്നു. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റിനെ കുറച്ച് 10 ഹെർട്സ് ആക്കി ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു അതിൽ. ഇതിലേക്ക് വരുമ്പോൾ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ ആണ്. ബട്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും നടക്കാതെ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് 1 ഹെർട്സിലേക്ക് താഴും ഇതിൻ്റെ റീഫ്രഷ് റേറ്റ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ബാറ്ററി കൺസംഷനിലേക്ക് എത്തുമെന്ന് സാരം. സോ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ എക്സലൻ്റ് തന്നെ, നിങ്ങളിവിടെ കാണുന്ന പോലെ. എസ് പെൻ നിങ്ങൾക്ക് ഇവിടെ കാണാം.
ഈ എസ് പെൻ കൊണ്ട് എഴുതാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് തരത്തിലുള്ള ബ്ലൂടൂത്ത് തരത്തിലുള്ള ഫംഗ്ഷനുകൾ, അതായത് നമുക്ക് ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഈ എസ് പെൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് നോർമലി ഇപ്പോൾ ഒരു ഫോൺ നമ്മൾ ഇത്തിരി ഒരു സെൽഫി എടുക്കണം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോൺ ഇത്തിരി ദൂരെ വെച്ചുകൊണ്ട് ഈ പെന്ന് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. നോർമലി ക്ലിക്ക് ചെയ്യാൻ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും. ഞാനിവിടെ കാണിക്കാം, നിങ്ങൾക്ക് ഇവിടെ കണ്ടു നോക്കാം കേട്ടോ. ഇപ്പോൾ നോർമലി ഇങ്ങനെ ഇരിക്കുന്ന ഈ ഫോണിൽ നമുക്ക് ജസ്റ്റ് ഒരു ടാപ്പ് കൊടുത്താൽ, പെന്നിലൊരു ടാപ്പ് കൊടുത്താൽ ഫോട്ടോ എടുക്കും. ഓക്കെ, അത് യൂഷ്വലായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്, നല്ല സന്തോഷം. പക്ഷേ ഇതിൽ ജസ്റ്ററുകൾ സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഇതിൽ പ്രസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേന കൊണ്ട് എയറിൽ വെറുതെ ഇങ്ങനെയൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവിടെ ക്യാമറ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ എന്ന് മാറും. ക്യാമറ മോഡ് മാറ്റാൻ സൈഡിലേക്ക് നീക്കിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ കാണാം ഏത് സൈഡിലേക്കാണോ നമ്മൾ നീക്കുന്നത് അതിനനുസരിച്ച് ക്യാമറ മോഡും കാര്യങ്ങളൊക്കെ മാറും. അങ്ങനെ മാറ്റി ഇപ്പോൾ നമ്മൾ ദൂരെ വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോയോ ഫോട്ടോയോ പോർട്രേറ്റോ ബാക്ക് ക്യാമറയോ ഫ്രണ്ട് ക്യാമറയോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു പെന്ന് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. സോ എസ് പെൻ പവർഫുള്ളായ സെറ്റപ്പിലാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് നോട്ട് എടുക്കുന്ന കാര്യത്തിലായാലും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളുടെ കാര്യത്തിലായാലും ഒരുപാട് കാര്യങ്ങളിൽ യൂസ്ഫുള്ളായ ഒരു സംഗതിയാണ്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലിലേക്ക് എടുത്തുകൊണ്ട് പോവാണ് ഇതിലെ എസ് പെൻ. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. മെഗാ പിക്സലുകളുടെ അപ്ഗ്രേഡ് അല്ല ഞാൻ പറയുന്നത്, ക്വാളിറ്റിയിൽ ഗംഭീരമായ അപ്ഗ്രേഡാണ് കൊടുത്തിരിക്കുന്നത്. 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ ഇമേജുകൾ കിടിലൻ ഇമേജുകളാണ്, നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകളാണ് നമുക്ക് കിട്ടുന്നത്. ഒട്ടനവധി സാമ്പിളുകൾ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കാം. ഇനി ഈ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയുടെ ഒപ്പം തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ നല്ല ക്വാളിറ്റിയുള്ള ഒരു വൈഡ് ആംഗിൾ ക്യാമറ ഇതിനകത്ത് സാംസങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വരുന്ന 2 ലെൻസുകൾ വേറെയുണ്ട്. ടെലിഫോട്ടോ ലെൻസുകൾ 2 കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം 3x ഒപ്റ്റിക്കൽ സൂമാണ്, മറ്റേത് 10x ഒപ്റ്റിക്കൽ സൂമാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എക്സലൻ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ കാണാം, കണ്ടു തന്നെ നോക്കുന്നുണ്ട്, നിങ്ങൾ തീരുമാനിക്കും എക്സലൻ്റ് ആണോ എന്ന്. ഇത് നോർമൽ ഇമേജ് ആണ്. ഇതിൻ്റെ 3x സൂമാണ് നമ്മൾ ഈ കാണുന്നത്. 3x സൂം 10x സൂം നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ക്വാളിറ്റിയിൽ കാര്യമായ ഒരു ഡിഫറൻസും ഇല്ല. വീണ്ടും 1-2 എക്സാമ്പിളുകൾ കൂടി നിങ്ങൾക്ക് കാണാം. നോർമൽ 3x 10x അങ്ങനെ വരുമ്പോൾ ആ 10x സൂം ചെയ്യുമ്പോഴും നല്ല ക്ലാരിറ്റിയിലും ക്വാളിറ്റിയിലും ഇമേജുകൾ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ എഗ്രി ചെയ്യുന്നു? ഇനി ഇതിൽ ഈ 10x മാത്രമല്ല 100x വരെ സൂം ചെയ്യാൻ കഴിയും. സ്പേസ് സൂം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡിജിറ്റൽ സൂം സംവിധാനമുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് നോക്കാം. ഇത് വൈഡ് ആംഗിൾ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഒരു വൈഡ് ഇമേജ് ആണ്. നോർമൽ ഇമേജ് ആകുമ്പോൾ ഈ രീതിയിൽ 1x നോർമൽ ഇമേജ് ആണ്. 3x കൊടുക്കുമ്പോൾ ഇത്രയും അടുത്തേക്ക് വരുന്നുണ്ട്. ഈ ഹോട്ടൽ ഫുഡ് ഫാക്ടറി ഈ ഒരു സംഗതിയിലേക്ക് ഞാൻ സൂം ചെയ്യാണ് കേട്ടോ. 10xലേക്ക് വരുമ്പോൾ ഈ തരത്തിലുള്ളൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇത് നോർമൽ ഒപ്റ്റിക്കൽ സൂമാണ് ഇതുവരെ കണ്ടത്. ഇനി 100x വരെ വേണമെങ്കിൽ ഡിജിറ്റൽ സൂം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ 100xലേക്ക് നേരിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് നമുക്ക് എത്തും. ഇത് അത്ര വലിയ ക്വാളിറ്റി അല്ല, ബട്ട് 100x വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ സൂമിങ്ങും കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ക്വാളിറ്റി അതാണ് ഈ ഫോൺ നമുക്ക് തരുന്നത്. വീഡിയോ ക്വാളിറ്റി നോക്കിയാൽ ഇത് 8K വീഡിയോ ക്വാളിറ്റിയാണ്, 24 FPS ആണ്. അതിൻ്റെ റിസൾട്ട് ഈ രീതിയിലാണ്. ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. ഒരു തരത്തിലുള്ള ഡൗട്ടും ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. 60 ഫ്രെയിം പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. റിസൾട്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാം. എക്സലൻറ്റ് ക്വാളിറ്റി തന്നെയാണ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് സെൽഫിയിലടക്കം കിട്ടുന്നുണ്ട്, മറക്കണ്ട. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ മികച്ച ഒരു ക്യാമറ, വീഡിയോ ക്യാമറ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഫോണിനെ കംപ്ലീറ്റ് ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യാം. സെൽഫി ക്യാമറയുടെ ഇമേജ് ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇതിനകത്ത് പോർട്രേറ്റ് വീഡിയോ പോലുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ ഇവിടെ കാണാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്യാമറ റിവ്യൂവിൽ നോക്കാം. എന്തായാലും ഇതിൻ്റെ പോർട്രേറ്റ് മോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കുറച്ചും കൂടി ബെറ്റർ ആയ രീതിയിൽ എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി AI സ്റ്റീരിയോ ഡെപ്ത് മാപ്പിംഗ് സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോക്കസിങ്ങും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്ന എഡ്ജ് ഡിറ്റക്ഷൻ പോലുള്ള കാര്യങ്ങൾ എല്ലാം കുറേ കൂടി എക്സ്ട്രാ ലെവലിൽ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന തരത്തിലുള്ള റിസൾട്ട് ആയിരിക്കും അത് തരാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പെർട്ട് റോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോ ലെവലിൽ നിങ്ങൾ ഈ മാനുവൽ മോഡിലൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ആ പ്രോ ആപ്ലിക്കേഷൻ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് നൈസായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. സോ അതും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 4nm പ്രോസസ് ടെക്നോളജിയുള്ള 8 Gen 1 എന്ന പ്രോസസ്സറാണ്. സോ കംപ്ലീറ്റ്ലി അപ്ഗ്രേഡഡ് ആണ്. 5nm പ്രോസസ് ടെക്നോളജിയുള്ള പ്രോസസ്സർ ആയിരുന്നു മുമ്പ്. ബട്ട് ഇവിടേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന് പറയുന്ന 4nm പ്രോസസ് ടെക്നോളജിയുള്ള പ്രോസസ്സർ നല്ല രീതിക്കുള്ള സ്മൂത്ത്. ഒരു തരത്തിലുള്ള ലാഗും ഒരു ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ക സ്മൂത്താണ്. അത് ഗെയിമിംഗ് ആയാലും ശരി, എന്തായാലും ശരി.
നിങ്ങൾക്ക് ഇവിടെ കാണാം BGMIയുടെ ഒക്കെ ഗ്രാഫിക്സ് സെറ്റിംഗ്സ്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം ഈ പ്രൊസസ്സർ വെച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ഓവറോൾ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇന്ന് അവൈലബിൾ ആയിട്ട് വെച്ച് ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിരിക്കും നമുക്കൊരു ആൻഡ്രോയിഡ് ഫോണിൽ കിട്ടുക. അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ RAM പ്ലസ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് സ്റ്റോറേജിൽ നിന്ന് RAM എടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് RAM ആയിട്ട് ആഡ് ചെയ്യാം സ്റ്റോറേജിൽ നിന്ന് എടുത്തുകൊണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ഇത് ഓൾറെഡി 12 GB ഉണ്ട് RAM. വേണമെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ RAM ഇതിലേക്ക് ആഡ് ചെയ്തും ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ്രോയിഡ് 12 വരുന്നത്, One UI 4 ആണ് വരുന്നത്. ഇവർ ചെയ്യുന്ന മറ്റൊരു കിടിലൻ സംഗതി ഈ ഫോണുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 ജനറേഷൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഉറപ്പ് പറയുകയാണ്. ആൻഡ്രോയിഡ് 12 13, 14, 15, 16 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് ഈ ഒരു ഫോണിൽ സാംസങ് ഓഫർ ചെയ്യുന്നത്. ഒരു ഗ്രേറ്റ് ഓഫറിംഗ് ആണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഈ One UI എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ കളർ പലറ്റും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. നമ്മളിടുന്ന വാൾപേപ്പറിനനുസരിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിലേക്കോ ഇതിൻ്റെ ഫുൾ ഐക്കൺസിൻ്റെയും കളറും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ഈ കളർ പലറ്റ് എന്ന് പറയുന്ന ഈ സംവിധാനം ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാൾപേപ്പറിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ മൊത്തത്തിലുള്ള ഫോണിൻ്റെ UI നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതും ഒരു ഗ്രേറ്റ് ഫീച്ചറാണ്. പിന്നെ സെക്യൂരിറ്റി പോലുള്ള സംവിധാനങ്ങൾ ഓൾറെഡി ബെസ്റ്റാണ്. നോക്ക് സെക്യൂരിറ്റി, അതേപോലെ തന്നെ സെക്യൂർ ഫോൾഡർ, അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെയൊക്കെ പെർഫോമൻസ് നമുക്ക് ഇവിടെ കാണാം. ഒരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒരു സെക്കൻഡിൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ക സ്മൂത്ത് ആയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ 8.9 mm ആണ് തിക്നെസ് വരുന്നത്. 228 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 6.8 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള ഇത്രയും വലിയൊരു ഫോണിനെ സംബന്ധിച്ച് ആ വെയിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ആക്സെപ്റ്റബിൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചാർജിങ്ങും ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 5000 mAh ബാറ്ററി, ഒരു ഹ്യൂജ് ബാറ്ററി തന്നെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് 45 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. S21 25 വാട്ടിൻ്റെ ചാർജറായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ 45 കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്ഗ്രേഡഡ് ആണ്. ചാർജർ ഇതിനകത്ത് വരുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം. വയർലെസ് ചാർജിങ്ങും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് പോലുള്ള, അതായത് വയർലെസ് PowerShare പോലുള്ള സംവിധാനങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഫോണൊക്കെ വേണമെങ്കിൽ വയർലെസ് ആയിട്ട് തന്നെ ചാർജ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ Galaxy Buds ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് റിവേഴ്സ് ചാർജ് ചെയ്തുകൊണ്ട് ചാർജ് ആക്കാൻ സാധിക്കും. സോ ബാറ്ററി ആൻഡ് ചാർജിങ് സെഗ്മെൻറ്റുകളിൽ സാംസങ് ഇതിൻ്റെ ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയിൽ തന്നെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയാൽ സാംസങ് ഡെക് സപ്പോർട്ട്, USB 3.2 ജനറേഷൻ 1 തന്നെ വരുന്നുണ്ട്. അൾട്രാ വൈഡ് ബാൻഡ് ടെക്നോളജിയും കാര്യങ്ങളുണ്ട്. NFC ഉണ്ട്, Wi-Fi ഡയറക്റ്റ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇതിനകത്ത് മിസ് ചെയ്യുന്നില്ല. സോ എല്ലാം ഞാനിവിടെ നിരത്തി പറയുന്നില്ല, എല്ലാം ടോപ്പ് ക്വാളിറ്റിയിൽ. സോ സ്മാർട്ട് ഫോണുകളെ സംബന്ധിച്ചൊരു രാജാവ് എന്ന് തന്നെ പറയാം ഈ ഒരു ഫോണിനെ. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,09,999 രൂപയാണ്. ഫോണുകളുടെ രാജാവ് വരുമ്പോൾ രാജകീയമായൊരു പ്രൈസും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണോ, പ്രീ ബുക്ക് ചെയ്യണോ? ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ. യൂസ് ചെയ്തിട്ട് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിലെ വീഡിയോകളിൽ നമ്മൾ ഷെയർ ചെയ്യാം. ക്യാമറ റിവ്യൂ, ഫുൾ റിവ്യൂ, എന്ത് വേണമെങ്കിലും. നിങ്ങളുടെ ആവശ്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.